ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ഡേ 3 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ആലോവേറ വെച്ചിട്ടും പിന്നെ റൈസ് വാട്ടർ വെച്ചിട്ടാണ് ഈ ഒരു ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3rd ഡേ ആയതുകൊണ്ട് ഇന്ന് ആലോവേറ ജെല്ലാണ് ഉപയോഗിക്കുന്നത് മുടിയിൽ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ലീഫ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് എൻ്റെ മുടിയൊന്ന് ഉടക്കെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, കറ്റാർ വാഴ ജെൽ. ഓക്കെ, അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചീന്തി കൊടുക്കുന്നുണ്ട്. പിന്നെ മുടിയിൽ ഡ്രൈനെസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നെറ്റി കയറുന്ന ഭാഗത്തും പിന്നെ ഇങ്ങനെ ഗ്യാപ്സ് ഉള്ള സെക്ഷനിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അലോവേറ ജെല്ലാണ്. ഓക്കെ, ഇത് ഞാൻ തീർക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, കയ്യിൽ നമുക്ക് പുരട്ടിയെടുക്കാം. ഞാൻ ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രമേ തേച്ച് പിടിപ്പിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കുളി കഴിഞ്ഞിട്ടും തേക്കാം, കുളി കഴിക്കുന്ന മുമ്പിൽ തേക്കാം, അത് നിങ്ങളുടെ സൗകര്യമാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്കാൽപ്പിൽ ജസ്റ്റ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് റൂട്ട്സിൽ ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കറ്റാർ വാഴ ജെല്ല് ഡയറക്റ്റായിട്ട് സ്കാൽപ്പിൽ യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പിലൊന്നും മാറ്റങ്ങളൊന്നും കണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കറ്റാർ വാഴ പിന്നെ തേങ്ങാപ്പാലായിട്ടും ഉപയോഗിക്കാവുന്നതാണ്, ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ കറ്റാർ വാഴ ജെല്ലും പിന്നെ വെളിച്ചെണ്ണ ചേർത്തിയത്, അതായത് കറ്റാർ വാഴയുടെ തന്നെ ഒരു ഹെയർ ഓയിൽ തേച്ച് വരാവുന്നതാണ്. ഓക്കെ, ഇടവിട്ട ദിവസങ്ങളിൽ തേച്ച് നന്നായി മസാജ് ചെയ്ത് വിടുക. ഓക്കെ, എപ്പോഴും സ്കാൽപ്പ് മസാജ് ഇൻവേർഷൻ മെത്തേഡിലും പിന്നെ ലൈറ്റ് ആയിട്ടുള്ള പ്രഷറും കൊണ്ട് റൗണ്ടായിട്ട് സെക്ഷൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫിംഗർ ടിപ്സ് വെച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് മസാജ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ഞാൻ വേണമെങ്കിൽ പിന്നെയും കാണിക്കാം. ഇനിയും കുറച്ച് ജെല്ല് എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ജെല്ല് എങ്ങനെ വേണം അങ്ങനെ എടുത്തുക. പിന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് വിടേണ്ടതാണ്. പിന്നെ ഞാൻ ലൈറ്റായിട്ട് ഒന്ന് മസാജ് ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഞാൻ പണ്ട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മുടിയുടെ സ്ട്രക്ചറുടെ പറ്റിയിട്ട്. പിന്നെ എനിക്ക് കറ്റാർ വാഴ ജെല്ലും ഉപയോഗിക്കുന്നതും ഇഷ്ടമാണ്. ഓക്കെ, അത് ഏറെക്കുറെ മുടി കൊഴിച്ചിൽ വന്നാലും പിന്നെ താരൻ വന്നാലും പെട്ടെന്ന് ഞാൻ ഒരു കറ്റാർ വാഴയുടെ ഹെയർ പാക്കോ കറ്റാർ വാഴ ജെൽ മാത്രം തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു 2 ദിവസത്തിലൊക്കെ എൻ്റെ താരനൊക്കെ മാറ്റി കിട്ടാറുണ്ട്. ഓക്കെ,
അപ്പോൾ നോർമലായിട്ടുള്ള ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ പൊതുവെ ഇവിടെ പറയാനുള്ളത് ഹെയർ ഫോളിന് പല റീസൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂട്രീഷ്യൻസി ഡെഫിഷ്യൻസിയാണ് ഇതിലുള്ളത്, ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി. അപ്പോൾ പൊതുവെ കണ്ടുവരുന്നത് അയൺ ഡെഫിഷ്യൻസിയാണ്, പിന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ പ്രോട്ടീൻ ഇൻടേക്കും കുറവായിരിക്കും. പിന്നെ ചിലപ്പോൾ കാൽഷ്യമിൻ്റെ, സിങ്കിൻ്റെ, ഫോസ്ഫറസിൻ്റെ അങ്ങനെ പലതും ഉണ്ടാകും. ഓക്കെ, നിങ്ങളുടെ ബോഡിയുടെ ടൈപ്പ് അനുസരിച്ച് നിങ്ങളുടെ ഫുഡ് ഇൻടേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ന്യൂട്രീഷ്യൻസ് ഡെഫിഷ്യൻസിയൊക്കെ മാറ്റിയെടുക്കേണ്ടതാണ്. ഓക്കെ, ഇതിൽ പൊതുവെ പറയാനുള്ളത് വെയിൽ കൊള്ളുക, എത്ര ആവുന്നോ അത്ര വെയിൽ കൊള്ളുക, പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക. ഓക്കെ, പിന്നെ പയറുവർഗ്ഗങ്ങൾ, അതായത് കടല, പയർ, ഓക്കെ, ഗ്രീൻ ഗ്രാം എന്ന് പറയുമല്ലോ, അങ്ങനെ ഗ്രീൻ മൂങ് ദാൽ എന്ന് പറയും അത്. പിന്നെ ഇത് ഞങ്ങൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ കടല വെച്ച് കഴിക്കുമല്ലോ, അത് എങ്ങനെയും കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് കടല, നോർമലായിട്ടുള്ള പീനട്ട്സ് എന്ന് പറയുമല്ലോ, അത് അങ്ങനെ കഴിച്ചുകൊണ്ട് വരിക. ഓക്കെ, പനീർ, പാല്, ഇങ്ങനെ എല്ലാ ഐറ്റംസും കഴിക്കാൻ നോക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നോർമലായിട്ട് നിങ്ങൾക്ക് തൈര് എടുക്കാം, മോരെടുക്കാം. ഓക്കെ, പിന്നെ ഇളനീരെടുക്കാം. ഇങ്ങനെ പല രീതിയിലും ഫുഡിലൂടെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ന്യൂട്രിയൻസ് കിട്ടേണ്ടതുണ്ട്. ഓക്കെ 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 അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മുടിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഈ ഒരു ദിവസത്തിൻ്റെ ഹെയർ കെയർ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.